നമസ്തേ. ഏത് വിഷയത്തെ പറ്റിയുള്ള അറിവും ഇൻ്റർനെറ്റ് സംവിധാനം വഴിയോ മറ്റു സാങ്കേതിക സംവിധാനങ്ങൾ വഴിയോ നമുക്ക് ഇന്ന് നേടാൻ കഴിയും. എങ്കിലും ഒരധ്യാപകൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ കഴിയും. ഇൻ്റർനെറ്റിൽ നോക്കി നീന്തം പഠിക്കാൻ കഴിയില്ലല്ലോ. ഏത് വിഷയത്തിലും പ്രായോഗിക പരിചയം ഒരു പരിശീലകൻ്റെ കീഴിൽ നിന്നാണ് ലഭിക്കുക. എന്നാൽ ഭൗതിക വിഷയത്തിൽ എത്ര കണ്ട് അറിവ് നേടിയാലും മറ്റ് ഭൗതിക നേട്ടങ്ങളെല്ലാം കൈവരിച്ചാലും അതുകൊണ്ടൊന്നും മനസ്സിൻ്റെ പിരിമുറുക്കുകളെ ഒഴിവാക്കാനും ശാന്തിയും സമാധാനവും നേടാനും കഴിയില്ലെന്നതാണ് സത്യം. പരമമായ ശാന്തി ആത്മീയതയിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. അതിന് മഹാത്മാക്കളുടെ കൃപയുണ്ടാവണം. മഹാത്മാക്കൾ കേവലം വ്യക്തികളല്ല, പരമതത്വത്തിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ അവർ ലോകത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നവരാണ്. മമതാബന്ധവും സ്വാർത്ഥതയുമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ അവരുടെ കർമ്മങ്ങൾ ലോകത്തിന് എളുപ്പത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ജനങ്ങൾ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഈ മഹത്തുക്കളെ കണ്ടിട്ടാണ്, അല്ലാതെ ഭരണാധികാരികളെ കണ്ടിട്ടല്ല. ഭരണാധികാരികൾക്ക് പോലും മാതൃകയും മാർഗദർശനവും നൽകിയത് മഹാത്മാക്കളാണ്. ആ മൂല്യങ്ങളുടെയൊക്കെ ആധാരം ആത്മീയതയാണ്. ആത്മീയത മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ എന്നും ശാന്തിയുണ്ടാവും. പിതാവിൻ്റെ നിലയും വിലയും അമ്മ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നുവോ അതുപോലെ തന്നെ പിതാവിൻ്റെ ചുമതലയാണ് അമ്മയുടെ മഹത്വം മക്കൾക്ക് പകർന്ന് കൊടുക്കേണ്ടത്. അമ്മയുടെ കഷ്ടപ്പാട്, മക്കളോടുള്ള സ്നേഹം, ത്യാഗം എന്നിവ അമ്മ സമീപത്തില്ലാത്തപ്പോൾ അച്ഛൻ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അടുക്കളയിൽ അമ്മയെ സഹായിക്കേണ്ടത് എങ്ങനെയെന്നും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരു ഗ്ലാസ് എടുത്തു വെക്കാൻ പറ്റുന്ന പ്രായത്തിൽ അത് ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്യിപ്പിക്കുക തന്നെ വേണം. എൻ്റെ മക്കളെ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് വളർത്തിയതെന്ന് പറയരുത്. പല രക്ഷിതാക്കളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളും മക്കൾ അറിയണം. രക്ഷിതാക്കളുടെ കടം എത്രയുണ്ട് എന്ന് മക്കൾ അറിയണം. ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്, ഇതൊക്കെ മക്കൾ അറിയണ്ടേ? എങ്കിലല്ലേ മക്കൾക്ക് മുന്നേറാൻ കരുത്തുണ്ടാവുകയുള്ളൂ. കുട്ടികളെ ചീത്തയാക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. മഹാഭാരതത്തിലെ അന്ധനായ ധൃതരാഷ്ട്രർക്ക് തുല്യമാണ് പല മാതാപിതാക്കളും ഇന്ന്. അരുതാത്ത പ്രവൃത്തികളിൽ നിന്നൊന്നും ധൃതരാഷ്ട്രർ മക്കളെ വിലക്കിയില്ല. അതുകൊണ്ട് മക്കൾ തോന്നിയതുപോലെ വളർന്നു. ആധുനിക കാലത്തെ മാതാപിതാക്കൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അറിയില്ല. മക്കൾ TV കാണുമ്പോൾ അമ്മ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കും, എന്നിട്ട് വായിലിട്ട് കൊടുക്കും. മാതാപിതാക്കൾ സത്സ്വഭാവവും നല്ല പെരുമാറ്റവും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ആ സ്വഭാവ ഗുണമുള്ള ആളാണ് മനുഷ്യൻ. ഇന്നത്തെ മനുഷ്യൻ്റെ എങ്ങനെയാണ് ആ ഗുണം ഉണ്ടാവേണ്ടത്? നല്ല പൗരനാവാനുള്ള പഠിപ്പ് എവിടെ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുക എന്നറിയാതെ എല്ലാവരും ഉഴലുകയാണ് ഇപ്പോഴും. വിദേശത്ത് പോകാൻ
ധാരാളം ജോലി സാധ്യതയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്ന ചിന്തയിലാണ് മാതാപിതാക്കൾ. ഏത് സമയത്തും മക്കൾ ഉന്നത സ്ഥാനത്ത് ചെല്ലാനും ധാരാളം പണം സമ്പാദിക്കാനും വിദേശങ്ങളിൽ പോകുവാനും സമ്പന്ന കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. ഇതാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. എന്നാൽ മക്കളിൽ ഇത്തിരി ഈശ്വര ചിന്തയുണ്ടായാൽ രക്ഷിതാക്കൾ തന്നെ അത് നിരുത്സാഹപ്പെടുത്തുന്നു. അമ്പലവും പള്ളിയൊന്നും ഇപ്പോൾ വേണ്ട, 60 കഴിയട്ടെ എന്ന്. ഇതാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. വീട്ടിലുള്ള അച്ഛനെ അന്വേഷിച്ച് വരുന്നവരോട് അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ മക്കളെ പഠിപ്പിക്കുന്നു. ഇത്തരം മക്കളിൽ നിന്ന് എന്ത് നന്മയാണ് സമാജം പ്രതീക്ഷിക്കേണ്ടത്? നല്ലത് എന്ന് പറയാൻ കുറച്ച് സമയം പിടിക്കും, ചീത്ത എന്ന് പറയാൻ എളുപ്പവുമാണ്. അതെളുപ്പം കഴിയും. മക്കളെ നല്ല ഗുണം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക. രക്ഷിതാക്കൾ ഉപദേശിക്കേണ്ട, മാതൃക കാണിച്ചു കൊടുത്താൽ മതി. മാതൃകയാവുകയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.